ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് 5ഉം 6ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമന്നാരായണീയം ദശകം 38 ശ്രീകൃഷ്ണാവതാരം ശ്ലോകം 5. ശൗരിസ്തു ധീരമുനിമണ്ഡലചേതസോऽപി ദൂരസ്ഥിതം വപുരുദീക്ഷ്യ നിജേക്ഷണാഭ്യാം ആനന്ദബാഷ്പപുളകോദ്ഗമഗദ്ഗദാർദ്രസ്തുഷ്ടാവ ദൃഷ്ടിമകരന്ദരസംഭവന്തം. ഈ ശ്ലോകം ഇങ്ങനെ ചൊല്ലാന്ന് നോക്കാം. ശൗരി തു ചേർത്തിട്ട് ശൗരിസ്തു, അതിൻ്റെ അർത്ഥം വസുദേവനാകട്ടെ. ധീരമുനിമണ്ഡല ചേതസ അപി ചേർത്തിട്ട് ധീരമുനിമണ്ഡല ചേതസോപി, അതിൻ്റെ അർത്ഥം ജ്ഞാനികളായ മഹർഷിമാരുടെ മനസ്സിനു പോലും. അതിൽ ശ്രദ്ധിക്കേണ്ട അക്ഷരങ്ങൾ ധീര എന്നുള്ളതിൻ്റെ ധീന്ന് നന്നായിട്ട് ഊന്നി പറയണം. മണ്ഡല എന്നുള്ളത് ണ ഡ എന്നാണ്. ടാ ഠ ഡ ഡ എന്നാണ്. അതുകൊണ്ട് ഒട്ടും ഉറപ്പിക്കേണ്ടത്. ചേതസ അപി ചേതസോപി. ദൂരസ്ഥിതം, സ്ഥി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. അതിൻ്റെ അർത്ഥം വിദൂരമായ. വപു ഉദീക്ഷ്യ, വപു ശരീരം, ഉദീക്ഷ്യ നോക്കിയിട്ട്. ഇതിൽ ശ്രദ്ധിക്കാനുള്ള അക്ഷരം ഉദീക്ഷ്യ എന്നുള്ളതിൻ്റെ ക്ഷാന്ന് നന്നായിട്ട് ഊന്നി പറയണം. നിജേക്ഷണാഭ്യാം, നിജേക്ഷണ, ഇവിടെയും ക്ഷാന്ന് നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ഭ്യാം എന്നുള്ളതും. ഇതിൻ്റെ അർത്ഥം തൻ്റെ കണ്ണുകൾ കൊണ്ട്. അടുത്ത ഒരു വരി ഒന്നിച്ച് ചൊല്ലാനുള്ളതാണ്. ആനന്ദ ബാഷ്പ പുളകോദ്ഗമ ഗദ്ഗദാർദ്ര. ആനന്ദ ബാഷ്പത്തോടും പുളകത്തോടും ഗദ്ഗദത്തോടും ആർദ്രതയോടും കൂടിയവനായി. അതിൽ ശ്രദ്ധിക്കാനുള്ള അക്ഷരങ്ങൾ ആനന്ദ ന്ത് നദ എന്നാണ്. നന്ദനം എന്നൊക്കെ പറയുന്ന പോലെ. ആനന്ദ ബാഷ്പ ബ എന്നുള്ളത് ബാലൻ എന്നൊക്കെ ഉള്ളതിലത്തെ ബ എന്നാണ്. മൃദുവായിട്ട് പറഞ്ഞാൽ മതി. പുളകോദ്ഗമ ഗദ്ഗദാർദ്ര ദ എന്നൊക്കെ ദയിലത്തെ ദ എന്നാണ്. തുഷ്ടാവ സ്തുതിച്ചു, ചേർത്ത് ചൊല്ലുമ്പോൾ സ്തുഷ്ടാവ അങ്ങനെ വരും. ദൃഷ്ടി മകരന്ദരസം, മകരന്ദ, ഇവിടെ ഇന്ത് എന്നുള്ളത് നാ ദ എന്നാണ്. കണ്ണുകൾക്ക് തേനായി തീർന്നിട്ടുള്ള ഭവന്തം അവിടുത്തെ എന്നർത്ഥം വരുന്നു. ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ശൗരിസ്തു ധീരമുനിമണ്ഡല ചേതസോപി ദൂരസ്ഥിതം വപുരുദീക്ഷ്യ നിജേക്ഷണാഭ്യാം ആനന്ദബാഷ്പപുളകോദ്ഗമ ഗദ്ഗദാർദ്രസ്തുഷ്ടാവ ദൃഷ്ടിമകരന്ദരസംഭവന്തം. അടുത്തത് 6ാമത്തെ ശ്ലോകം. ദേവ പ്രസീത പരപൂരുഷ താപവല്ലീ നിർലൂനിതാത്ര സമനേത്ര കലാവിലാസിൻ ഖേദാനപാകുരു കൃപാഗുരുഭി കടാക്ഷൈരിത്യാദിതേന മുദിതേന ചിരം നുതോ ഭൂ. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലുമെന്ന് നോക്കാം. ദേവ പ്രസീത, പ്രസാദിച്ചാലും. പരപൂരുഷ, പരമാത്മസ്വരൂപ വിഷ്ണു. താപവല്ലീ നിർലൂനിതാത്ര സമനേത്ര കലാവിലാസിൻ, അതിൻ്റെ അർത്ഥം ഒന്നിച്ച് നോക്കാം. താപമാകുന്ന വള്ളിയെ മുറിക്കുന്നതിന് കത്തി പോലെ ഇരിക്കുന്നവനും ശോഭിക്കുന്ന കണ്ണുകളോടു കൂടിയവനും മായ കൊണ്ട് ശോഭിക്കുന്നവനുമായ അല്ലയോ ദേവ. ഖേദാൻ അപാകുരു ചേർത്ത് ചൊല്ലുമ്പോൾ ഖേദാനപാകുരു, അതിൻ്റെ അർത്ഥം ദുഃഖങ്ങളെ മാറ്റിയാലും. ഖ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. കൃപാഗുരുഭി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. അവിടെ വിസർഗമുണ്ട്. കൃപാഗുരുഭി
കടാക്ഷൈരിത്യാദി. കടാക്ഷൈ. കൃപാ ഗുരുഭി. അവിടെ വിസർഗമുണ്ട്. ഭി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. കാരുണ്യമേറെയുള്ള കടാക്ഷൈ നോട്ടങ്ങൾ കൊണ്ട്. ഇത്യാദി എന്നീ പ്രകാരം. മുദിതേന സന്തുഷ്ടനായ. തേന ആ വസുദേവനാൽ. ചിരം വളരെ നേരം. നുതോ ഭൂ സ്തുതിക്കപ്പെട്ടവനായി തീർന്നു. നമുക്കിതിലത്തെ അക്ഷരങ്ങൾ എങ്ങനെ ചൊല്ലാന്ന് നോക്കാം. ഖേദാനപാകുരു. ഖേ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. കൃപാഗുരുഭി. ഭി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. കടാക്ഷൈ. ക്ഷ കാശ എന്നുള്ളത് ഊന്നി പറയണം. ചേർത്ത് ചൊല്ലുമ്പോൾ കടാക്ഷൈരിത്യാദി എന്ന് വരും. കടാക്ഷൈ എന്ന് വിട്ട് ചൊല്ലുമ്പോൾ ഇത്യാദി. തേന മുദിതേന ചിരം നുത അഭൂ. ചേർത്ത് ചൊല്ലുമ്പോൾ നുതോഭൂ. ഭൂ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ഭൂ എന്ന് വിസർഗത്തോടു കൂടെ നിർത്തണം. ദേവ പ്രസീദ പരപൂരുഷ താപവല്ലീ നിർലൂനിതാത്ര സമനേത്ര കലാവിലാസിൻ ഖേദാനപാകുരു കൃപാഗുരുഭി കടാക്ഷൈരിത്യാദി തേന മുദിതേന ചിരം നുതോ ഭൂ. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.